അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. ശാന്തസുന്ദരമായ മുഖഭാവം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ. മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിനീതമായ പെരുമാറ്റം നിങ്ങൾ കാഴ്ചവയ്ക്കുന്നതായിരിക്കും. ഭംഗിയുള്ള കണ്ണുകളും നീണ്ടുയർന്ന മൂക്കും നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളുടെ കർമ്മകുശലത കണ്ണുകളിൽ തന്നെ ദർശിക്കാൻ സാധിക്കുന്നതാണ്. ഏതു കാര്യത്തിലും അസാധാരണമായ കഴിവും സാമർഥ്യവും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും. ആദർശനിഷ്ഠയും അഭിമാനബോധവും നിങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും സ്വതന്ത്ര ബുദ്ധിയായിരിക്കും. സ്വന്തം താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വ്യക്തികളെയും ബന്ധങ്ങളെയും ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തെല്ലിട പോലും മടിക്കുകയില്ല. മറ്റാരുടെയും കീഴിൽ ജോലിയെടുക്കുവാൻ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുകയില്ല. ഏറിയ പങ്ക് കാർത്തിക നക്ഷത്രക്കാരും ഈശ്വരവിശ്വാസികളായിരിക്കും. കർമ്മയോഗത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുക എന്നത് നിങ്ങളുടെ മുഖമുദ്രയായിരിക്കും. ലോകോപകാരാർത്ഥം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും ഒരു പ്രസ്ഥാനത്തിലും ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. ലോകജീവിതത്തിലെ നിരവധി വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ മനസ്സലിയുന്ന പ്രകൃതമായിരിക്കും നിങ്ങളുടേത്. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ജീവിത വിജയമോ വളർച്ചയോ നിങ്ങൾക്ക് ഉണ്ടാകാനിടയില്ല. സ്വദേശത്തേക്കാൾ അന്യദേശത്തായിരിക്കും ഏറിയ പങ്ക് കാർത്തിക നക്ഷത്രക്കാരും വിജയം നേടുക. സ്വയം വിമർശനം നടത്തുകയും ശക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമെങ്കിലും പലപ്പോഴും അത് പ്രയോഗത്തിൽ വരുത്താനിടയില്ല. എന്നാൽ ശക്തമായ തീരുമാനമെടുത്താൽ വേണ്ടതായാലും വേണ്ടാത്തതായാലും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. ഏറിയ പങ്ക് കാർത്തിക നക്ഷത്രക്കാരും ക്ഷിപ്രകോപികളായിരിക്കും. തന്മൂലം അതിരുകടന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിച്ചും വരാം. കാർത്തിക നക്ഷത്രക്കാർ മാതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. അത് വളരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഭർതൃസ്നേഹവും പതിഭക്തിയുമുള്ള ഉത്തമയായ ഭാര്യയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുക. എന്തു കാര്യത്തിനും കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുക. എങ്കിലും പങ്കാളിയുടെ അസുഖം നിമിത്തവും വിദേശവാസത്താലും പരസ്പരം അകന്നു നിൽക്കാൻ ഇടവരും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ പല ഘട്ടങ്ങളിലും ഭർത്താവുമായി അകന്നു കഴിയേണ്ടി വരും. മാനസിക സുഖം പൊതുവെ വിവാഹശേഷം കുറവായിരിക്കും. ബന്ധുജനങ്ങൾക്ക് എന്ത് സഹായം ചെയ്താലും അവരിൽ നിന്ന് അനുഭവ ഗുണം കുറഞ്ഞിരിക്കും. ആരോഗ്യം വളരെ കുറഞ്ഞ ശരീരപ്രകൃതമായിരിക്കും നിങ്ങളുടേത്. ലോഹവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ, കമ്പ്യൂട്ടർ രംഗം, വ്യാപാര രംഗങ്ങൾ എന്നീ മേഖലകളിൽ ശോഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.